ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വാഴവിലുള്ള സെൻറ്റ് ജോസഫ് ചർച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ചേട്ടനും മീനുക്കുട്ടിയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇത്തിരി വൈകിട്ടാണ് ആരാധന, അതാണ് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ പള്ളിയിലിട്ടൊരു അത്തപ്പൂക്കളമാണ്. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പുറത്തിറങ്ങി അത്തപ്പൂക്കളത്തിൻ്റെയും പിന്നെ കുട്ടികളെയൊക്കെ നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോയൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ അത്തപ്പൂ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ആരാധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ അത്തപ്പൂക്കൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്ന് ആഗസ്റ്റ് 8 മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയിലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ചെറിയൊരു സമ്മാനം ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആരാധന കഴിഞ്ഞതാ എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കായിട്ടും വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ പള്ളിയിലെ അച്ഛനും മീനുക്കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഇതാ ഇരിപ്പുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെത് എടുത്തിട്ടുണ്ട്. ഇതാ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ അച്ഛനും സിസ്റ്ററും, പോളച്ചൻ, തങ്കച്ചൻ അച്ഛൻ, സിസ്റ്റർ, പിന്നെ അധ്യാപകരൊക്കെയാണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് 9:30 കേട്ടോ ആരാധന. 2 പള്ളിയിലെ ആൾക്കാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഓണാഘോഷത്തിൽ ചെറിയ രീതിയിലൊരു ഓണാഘോഷം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര വലുതായിട്ടൊന്നും അല്ല, ചെറിയ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ആഘോഷവും തിരുനാളിൻ്റെ സന്തോഷവും എല്ലാം കൂടി അച്ഛൻ പറഞ്ഞ് നമുക്ക് ഒത്ത് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ ചെറിയ ക്രമീകരണങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വന്നും പോയി അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് കുട്ടികളുടെ മുട്ടായി പറക്കലാണ് കേട്ടോ നടക്കുന്നത്. കുട്ടികൾ മുട്ടായി പറക്കിക്കൊണ്ട് ഓടുകയാണ്. മുതിർന്നവർക്കും നടത്തിയിട്ടുണ്ട് കേട്ടോ ഈ കളികൾ. കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമും അതിൽ വലിയ ആളുകളും പങ്കെടുക്കണമെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഇതെല്ലാവരും ശരിക്കും മാക്സിമം എൻജോയ് ചെയ്യണം, സന്തോഷിക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞതല്ലേ. മുതിർന്ന ആൾക്കാർക്ക് മുട്ടായി പറക്കലുണ്ടായിരുന്നേ. 25 വയസ്സിന് കഴിഞ്ഞിട്ടുള്ളവർക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങനെ ഇതിലൊന്നും പങ്കെടുത്തില്ല. ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തതാണ്. എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസം തന്നെയായിരുന്നു അല്ലേ. മുതിർന്നവരൊക്കെ മുട്ടായി പറക്കണതിൽ നല്ല കൗതുകമായിരുന്നു. എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്നല്ലേ, കുട്ടികൾ മാത്രമല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു മനസ്സോടുകൂടി തന്നെ നിന്ന് കേട്ടോ. നമ്മുടെ മീനുക്കുട്ടിയും ടീമുമാണ് കേട്ടോ ഇപ്പം മത്സരത്തിൽ നിന്നത്. പിന്നെ ഇനി അടുത്തെന്തോ പ്രോഗ്രാം, ഇതിപ്പം മുട്ടായി പറക്കൽ തന്നെയല്ലേ. നമ്മളെ ഫുഡിന് വേണ്ടി ഓണ സദ്യ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മേശയൊക്കെ പറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റിയതാണ്. സിസ്റ്റം വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ പള്ളിക്ക് അകത്തുള്ള സിസ്റ്റം എടുത്ത് പുറത്തൊക്കെ വെച്ചിട്ട് അതും സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി ചെയ്തായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അച്ഛൻ വന്ന് നിന്നിട്ട് അച്ഛനുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഈ സമയത്ത് ഇവിടെ അതിനുശേഷം വലിയ ആൾക്കാരുടെ മുട്ടായി ഇറക്കുന്നത് കേട്ടോ. വലിയ ആളുകൾ മുട്ടായി ഇറക്കുന്നുണ്ടോ, എന്ത് രസമല്ലേ നിന്ന് കാണാനായിട്ട്. അച്ഛൻ പറഞ്ഞു കുട്ടികൾ പങ്കെടുക്കുന്ന അതേ മത്സരങ്ങളിൽ മുതിർന്ന ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ അല്ലേ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. സാധാരണ കൊച്ചു കുട്ടികൾക്ക് മാത്രം ഇത്ര മത്സരം വെച്ചിട്ട് വലിയ ആൾക്കാർക്ക് വടംവലി, മുട്ടയടി അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ അറിയും. പിന്നെ വലിയ ആൾക്കാർക്കൊന്ന് മുട്ടായി പറക്കൽ മത്സരം നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ വെക്കുമെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ എന്താ ചാരളാണ് കേട്ടോ. ഭയങ്കര ആക്റ്റീവായിരുന്നു ചേട്ടൻ. നമ്മൾ വന്നത് തൊട്ട് ആരാധന കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് തൊട്ട് മൊത്തത്തിൽ ആക്റ്റീവായിരുന്നു. പിന്നെ ചേച്ചിമാര് സ്പൂണിൽ നാരങ്ങ കൊണ്ട് ഓട്ടത്തിലൊക്കെ പങ്കെടുത്തു. ഇതേ സമയത്ത് ഇവിടെ കൊച്ചുകുട്ടികളുടെ ബിസ്ക്കറ്റ് കടിക്ക് വേണ്ടിയുള്ള ബിസ്ക്കറ്റൊക്കെ കെട്ടി തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. തളർന്നു പോയി. 2 സൈഡിലായിട്ട് ക്രമീകരണം കേട്ടെ. വലിയ ആൾക്കാർക്ക് അവിടെ സ്പൂണിൽ നാരങ്ങ കൊണ്ട് ഓട്ടോ, ഇവിടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആയിട്ട് ബിസ്ക്കറ്റ് അടി മത്സരമൊക്കെ ആയിരുന്നു കേട്ടോ. അല്ല, മീനുകുട്ടിക്ക് അറിഞ്ഞുകൂടായിരുന്നു സംഭവം. നമ്മളാരും പറഞ്ഞു കൊടുത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. അവളെ നോക്കിയപ്പോൾ എല്ലാവരും ചാടുന്നു, അവളും ചാടിക്കൊണ്ട് നിന്നു. അങ്ങനെ അവിടെ മത്സരങ്ങളൊക്കെ തകൃതിയായി നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് ഫുഡ് സദ്യ, ഓണസദ്യ വിളമ്പി ഇവിടേക്ക് കൊടുന്നു, അതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നതാണ്. മീനുക്കുട്ടിയുടെ 2 ഫ്രണ്ട്സാണല്ലേ അത് നടക്കുന്നത് മീനുക്കുട്ടിയുടെ കൂടെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വന്നു കേട്ടോ. വന്നതാ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അടിപൊളി സദ്യയായിരുന്നല്ലേ, എല്ലാ ഐറ്റം കറികളും ഉണ്ടായിരുന്നു.
അതൊക്കെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. നമ്മളതാ പുറത്തിറങ്ങി കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.